ഞാൻ സ്റ്റീവ് ലോപ്പസ് എന്ന ഏറ്റവും പുതിയ ചിത്രത്തിൽ വളരെ ശ്രദ്ധേയമായ വേഷം ചെയ്ത സുജിത് ശങ്കറാണ് ഇന്ന് നമ്മോടൊപ്പം മോർണിംഗിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. സുജിത് ശങ്കർ, സ്വാഗതം മോർണിംഗ് ഷോയിലേക്ക്. ഞാൻ സ്റ്റീവ് ലോപ്പസ് സിനിമ നന്നായി പോകുന്നു എന്നാണ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ഒപ്പം സുജിത് ശങ്കറിന്റെ ഹരി എന്ന കഥാപാത്രം വളരെയേറെ ശ്രദ്ധ നേടിയിരിക്കുകയും ചെയ്തിരിക്കുന്നു. മലയാളത്തിൽ ആദ്യമായിട്ടാണ് സുജിത് ശങ്കർ അഭിനയിക്കുന്നത്. നാടകരംഗത്ത് നിന്നാണ് സുജിത് ശങ്കർ സിനിമാ രംഗത്തേക്ക്, ചലച്ചിത്ര മേഖലയിലേക്ക് കടന്നു വരുന്നതും. ആദ്യ സിനിമയിലെ ഞാൻ സ്റ്റീവ് ലോപ്പസിലെ അനുഭവം എങ്ങനെയായിരുന്നു? വളരെ നല്ല അനുഭവമായിരുന്നു. ഡയറക്ടർ രാജീവ് രവി, പിന്നെ കൂടെ ഉള്ള ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര്, വളരെ എൻറിച്ചിങ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു കളക്റ്റീവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വേറെ ഒരു എന്താ പറയുക, ഒരു കോൺഷ്യസ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു. ഇറ്റ് വെന്റ് ഫൈൻ. സിനിമ വളരെ മനോഹരമായിട്ടാണ്, ഹരി എന്ന കഥാപാത്രത്തെ വളരെ മനോഹരമായിട്ടാണ് സുജിത് ശങ്കർ സിനിമയിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമ കണ്ട ആർക്കും മറ്റൊരു അഭിപ്രായം ഉണ്ടാകാനും സാധ്യതയില്ല. എങ്ങനെയായിരുന്നു നാടക മേഖലയിൽ നിന്നും ചലച്ചിത്രത്തിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്വിച്ച് ഓവർ എങ്ങനെയായിരുന്നു രണ്ട് മേഖലയിലേക്കും? കാരണം സുജിത് ശങ്കറിൻ്റെ മേഖല എന്ന് പറയുന്നത് നാടകം തന്നെയാണ്. അപ്പോൾ അതിൽ നിന്നും ചലച്ചിത്ര മേഖലയ്ക്കുള്ള ഒരു സ്വിച്ച് ഓവർ, അതിനെ എങ്ങനെയാണ് കാണുന്നത്? അത്ര ഡിഫിക്കൽട്ടായി തോന്നിയില്ല. പൊതുവേ ഉണ്ടാവാവുന്ന ടെൻഷൻസ് അങ്ങനത്തെ ഒരു സെറ്റിൽ അങ്ങനെ ഒട്ടും ഉണ്ടായില്ല. ആൻഡ് എവരിബഡി വാസ് വെരി നമ്മളെ കംഫർട്ടബിൾ ആക്കാൻ തന്നെ രീതിയിലായിരുന്നു എല്ലാം ചെയ്തിരുന്നത്. ആൻഡ് എല്ലാവരും വളരെ നല്ലൊരു ക്യാമറാഡറി ആയിരുന്നു. പിന്നെ പൊതുവേ ഉണ്ടാകാവുന്ന ടെൻഷൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. സോ ഇറ്റ് വാസ് വെരി comfortable and smooth sailing, so it was interesting. മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ മലയാളികൾക്ക് അത്ര പരിചിതമായൊരു മുഖമല്ല സുജിത്തിൻ്റേത്. എന്നാൽ സിനിമയിലേക്ക് വന്നു, സ്റ്റീവ് ലോപ്പസ് എന്ന സിനിമ ശ്രദ്ധിക്കപ്പെട്ടു, അതിലെ ഓരോ കഥാപാത്രങ്ങളും ശ്രദ്ധിക്കപ്പെട്ടു, ഹരി എന്ന കഥാപാത്രം പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെട്ടു. എങ്ങനെയുണ്ടായിരുന്നു സിനിമാ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ പരിചയക്കാരിൽ നിന്ന് ഒക്കെ ഉണ്ടായിരുന്ന ആ ഒരു പ്രതികരണം എന്തായിരുന്നു? നല്ല പ്രതികരണമാണ്. പൊതുവെ സിനിമയെ പറ്റിയിട്ടും പിന്നെ അതിനകത്തുള്ള ഒരുപാട് ആക്ടേഴ്സിനെ പറ്റിയിട്ടും എല്ലാം. സോ ഐ തിങ്ക് ലോട്ട് ഓഫ് പീപ്പിൾ ആർ സീയിങ് വെരി നൈസ് തിങ്സ്. ചില ഓവർ ദ ടോപ്പ് കമൻസും ഉണ്ട്. ബട്ട് യാ, ഇറ്റ്സ് സ്റ്റിൽ വെരി ഫൈൻ, ടേക്കിംഗ് ഇറ്റ് വെൽ. ആൻഡ് സിനിമയിൽ നിങ്ങൾ നായകൻ, അതുപോലെ തന്നെ നായിക ഫർഹാൻ, അതുപോലെ തന്നെ അവാന, ഇപ്പോൾ സുജിത് ശങ്കർ, എല്ലാവരും പുതുമുഖങ്ങളാണ്. പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചവരെല്ലാം പുതുമുഖങ്ങൾ തന്നെയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. രാജീവ് രവി എന്ന സംവിധായകൻ ബോളിവുഡിലും അതുപോലെ തന്നെ വളരെ ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കലാകാരനാണ് രാജീവ് രവി. രാജീവ് രവിയോടൊപ്പമുള്ള ഈ പുതുമുഖങ്ങൾ, നിങ്ങളുടെ എല്ലാവരുടെ ഒരു കൂട്ടായ്മ എങ്ങനെയായിരുന്നു? സിനിമയുടെ മൊത്തത്തിൽ സെറ്റിലെല്ലാം ഉണ്ടായിരുന്ന ഒരു ആംബിയൻസ് എങ്ങനെയായിരുന്നു? വളരെ രസകരമായിരുന്നു. ഡയറക്ടർ രാജീവ് രവി എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. ഞങ്ങൾ ഡൽഹിയിൽ വെച്ച് പരിചയപ്പെട്ടിട്ടുണ്ട് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിലെ തിയേറ്റർ ഫെസ്റ്റിവലിൻ്റെ സമയത്ത്. സോ വി ഹാഡ് സ്പെൻഡ് ലൈക്ക് 15 days ടുഗെദർ. ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആ സമയത്ത് അവസരം കിട്ടിയതാണ്. ആൻഡ് ദെൻ ദാറ്റ് കണ്ടിന്യൂ. ഇവിടെ ഈ സെറ്റിൽ വന്നപ്പോൾ ഒരുപാട് പേര്, ഐ മീൻ സീനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ, ദേ വർ ലൈക്ക് സോ ഫ്രണ്ട്ലി ആൻഡ് സോ ഹെൽപ്പിംഗ്. ക്യാമറ ചെയ്തിരുന്ന പപ്പു ചേട്ടനാണെങ്കിലും മധു ചേട്ടനാണെങ്കിലും ആൻഡ് എഡിറ്റിംഗ് അജിത് ചേട്ടൻ, എവരിബഡി സോ സന്തോഷ്, കാരണം എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിലാണ് എല്ലാവരും ചെയ്തിരുന്നത്. പിന്നെ തിയേറ്ററിൽ നിന്നുള്ള ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാനും, എന്നിട്ട് ഒരു ഐഡിയ കിട്ടുകയാണെങ്കിൽ അതിനെ ഒന്ന് എങ്ങനെയൊക്കെ അതിനെ മാനിപ്പുലേറ്റ് ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വളരെ ഇറ്റ് വാസ് എ നൈസ് ഫീലിംഗ് ടോട്ടലി. നാടകരംഗത്ത് നിന്ന് അല്ലെങ്കിൽ ഒരു തിയേറ്റർ രംഗത്ത് നിന്ന് സിനിമയിലേക്ക് വന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നില്ല, കുറച്ച് നാളായി എനിക്ക് ഡൽഹിയിൽ ബിരുദം ചെയ്യുന്നു, അല്ലെങ്കിൽ തിയേറ്ററിൽ ബിരുദം ചെയ്യുന്നു, ബിരുദാന്തര ബിരുദം പഠിക്കുന്നു, ഇപ്പോൾ PhD ഹൈദരാബാദിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു സുജിത്ത്. ഇങ്ങനെ ഒരാൾ സിനിമയിലേക്ക് എത്തിപ്പെടാൻ ഇതിനു മുമ്പും സാധ്യതകൾ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇത്രയും താമസിച്ചത്? ഇനി അങ്ങോട്ടുള്ള തീരുമാനം എങ്ങനെയായിരിക്കും? അങ്ങനെ ഭയങ്കര തീരുമാനങ്ങൾ എടുത്തിട്ടൊന്നും അല്ല അത് ചെയ്തത്. ഞാൻ PhD എൻ്റെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് രാജീവേട്ടൻ വിളിച്ചത്. ഹി ആസ്ക്ഡ് മീ, ആർ യു ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് വർക്ക്? ഐ സെഡ് ഓ യെസ്. അതിപ്പോൾ രാജീവേട്ടനായതുകൊണ്ട് വളരെ എളുപ്പമായിരുന്നു. പിന്നെ അങ്ങനെ ഭയങ്കര പ്ലാൻസ് ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. വർക്ക് വരുന്നതനുസരിച്ചിട്ട് ചെയ്യാം. തിയേറ്ററും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. എൻ്റെ ഡോക്ടറൽ പ്രോഗ്രാം ഉണ്ട്, അതും കണ്ടിന്യൂ ചെയ്യുന്നു. ആൻഡ്
കൂടുതൽ വേറെ വർക്ക് വരികയാണെങ്കിൽ ഐ എം യെസ് ടോട്ടലി ഇൻട്രസ്റ്റഡ് ആൻഡ് പക്ഷെ അങ്ങനെ വലിയ പ്ലാൻസ് ആയിട്ട് അങ്ങനത്തെ ഒന്നും ആയിട്ടില്ല. സുജിത്തിന്റെ അഭിനയം നേരത്തെ നിസ സൂചിപ്പിച്ചതുപോലെ വളരെ സറ്റിലായിട്ടായിരുന്നു സിനിമയിൽ ഞാൻ സ്റ്റീവ് ലോപ്പസിൽ സുജിത്തിന്റെ അഭിനയം. നാടകരംഗത്ത് നിന്ന് വന്നതുകൊണ്ടാണോ മലയാള സിനിമയ്ക്ക് അത്രയും പരിചിതമല്ലാത്ത ഈ രീതിയിൽ വളരെ അനായാസമായി സ്ക്രീനിൽ അഭിനയം കാഴ്ചവെക്കാൻ സുജിത്തിന് കഴിഞ്ഞത്? ഹരി എന്ന കഥാപാത്രം സിനിമ കണ്ടിറങ്ങുന്ന ഓരോരുത്തരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒന്നാണ്. ഈ ഒരു അനായാസമായിട്ടുള്ള അഭിനയ ശൈലി നാടക മേഖലയിൽ നിന്ന് വന്നതുകൊണ്ടാണോ സ്വായത്തമാക്കാനായത്? ഐ ഡോണ്ട് നോ. ഇത് എനിക്ക് തോന്നുന്നത് ഡയറക്ടർ രാജീവ് രവി ഹി വാസ് വെരി ക്ലിയർ, ഇതാണ് വേണ്ടത്, ഇതിൽ കൂടുതൽ വേണ്ട. അപ്പോൾ ഇൻ ടേംസ് ഓഫ് മോൾഡിങ് ക്യാരക്ടർ, ഒരു ആക്ടറിനെ ഒരു ക്യാരക്ടറിലേക്ക് എത്തിക്കുക ആൻഡ് ദെൻ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണം വേണ്ട എന്നുള്ളതെല്ലാം ഹി വാസ് വെരി ക്ലിയർ അബൌട്ട് ഓൾ ദോസ് തിങ്സ്. സോ യെസ്, തിയേറ്റർ ട്രെയിനിങ് ഹെൽപ്സ്. പിന്നെ ഇതിപ്പോൾ നേരത്തെയുള്ള നാടകങ്ങളെ പോലെയല്ല ഇപ്പോഴത്തെ തിയേറ്റർ ട്രെയിനിങ്ങിലും ഇപ്പോഴത്തെ പുതിയ തിയേറ്ററിൽ പെർഫോമൻസുകളും സ്പേസുകളും എല്ലാം ഇപ്പോൾ വളരെ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള സ്പേസുകൾ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ യു കൈൻഡ് ഓഫ് ട്രൈ ടു ഒരുപാടധികം ഇമോട്ട് ചെയ്യാതെയും കാര്യങ്ങൾ ചെയ്യാമെന്നുള്ളതിൻ്റെ ഒരു തിയേറ്ററിന് ഒരുപാട് ഇപ്പോൾ അങ്ങനത്തെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇൻ ടേംസ് ഓഫ് വിഷ്വൽസ് ഉപയോഗിക്കുമ്പോഴും അങ്ങനെയല്ല, പ്രൊജക്ഷൻസും അല്ലെങ്കിൽ അങ്ങനെല്ലാം ചെയ്യുമ്പോൾ തന്നെ. പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം പറഞ്ഞിരുന്നു, അതായത് യു ഡോണ്ട് ഹാവ് ടു ഷോ, ജസ്റ്റ് കീപ്പ് ഇറ്റ് ഇൻസൈഡ് ആൻഡ് ലെറ്റ് ഇറ്റ് കം ഔട്ട് വെൻ ഇറ്റ് വോണ്ട്സ്. സോ അത് ഫോഴ്സ് ചെയ്യേണ്ട, എല്ലാ കാര്യങ്ങളും അണ്ടർലൈൻ ചെയ്ത് പറയേണ്ട കാര്യമില്ല. ട്രൈ ടു ബി ഇൻ ദാറ്റ് സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ആൻഡ് ദെൻ റെസ്റ്റ് അതർ പീപ്പിൾ ദേ ആർ ടേക്കിംഗ് കെയർ ഓഫ് ഇറ്റ്. സോ ആ ഒരു ട്രസ്റ്റ് ബേസിസിൽ നമ്മൾ ട്രൈങ് ടു ബി ഇൻ ദ സോൺ ആൻഡ് ട്രൈങ് ടു അങ്ങനെ. സുജിത്തിന്റെ പ്രവർത്തന മേഖല ഡൽഹിയാണ്, ഇപ്പോൾ ഹൈദരാബാദാണ്. എങ്കിലും കേരളത്തിലെ ഇത്തരത്തിലുള്ളൊരു കൾച്ചറൽ സിറ്റുവേഷൻസ്, ഒരു സാംസ്കാരിക സാഹചര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ടോ? അതിനൊക്കെ ഫോളോ ചെയ്യാറുണ്ടോ? പ്രത്യേകിച്ച് സിനിമ, നാടകം? ഞാൻ ഡൽഹിയിൽ ഗ്രാജുവേഷൻ ചെയ്ത് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ. അതിനുശേഷം 2-3 കൊല്ലം ഡൽഹിയിലായിരുന്നു. ബട്ട് ദെൻ ഐ യൂസ് ടു കം ഹിയർ. ഞാൻ ഇവിടെ തൃശ്ശൂർ ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് തിയേറ്ററിൽ. പിന്നെ ഇതിന് മുമ്പ് ഞാൻ കേരളത്തിൽ തന്നെ തിയേറ്ററിൻ്റെ വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെയാണ്. കവല നാരായണ പണിക്കർ സാറിൻ്റെ ഗ്രൂപ്പിൽ ഞാൻ 3 കൊല്ലം ഉണ്ടായിരുന്നു. സോ ഐ കീപ് മൂവിങ് അറൗണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് വരും അങ്ങനെയെല്ലാം. സോ പിന്നെ ഇപ്പോൾ കേരളത്തിന് പുറത്തു നിന്നാലും അല്ലെങ്കിൽ നമുക്ക് TV ചാനൽസ് എല്ലാം ഗെറ്റ് ടു നോ തിങ്സ്. ആൻഡ് പിന്നെ ഇവിടെ ഫെസ്റ്റിവൽസ്, തിയേറ്റർ ഫെസ്റ്റിവൽസ് കേരളത്തിൽ ഒരുപാട് നടക്കുന്നുണ്ട്. ആൻഡ് ലോട്ട് ഓഫ് തിയേറ്റർ വർക്ക് ഈസ് ഹാപ്പനിങ്. അപ്പോൾ അതൊക്കെ ഒബ്സർവ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ആൻഡ് ദെൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഒരുപാട് കൊളീഗ്സ് ഉണ്ട് തിയേറ്ററിൽ. സോ കൈൻഡ് ഓഫ് ഗെറ്റ് ടു നോ വാട്ട് ഓൾ ഈസ് ഹാപ്പനിങ് ആൻഡ് എക്സെട്ര എക്സെട്ര. ഇപ്പോൾ ഈ സിനിമയും നാടകവും രണ്ടും 2 തരം ക്യാൻവാസ് ആണ്. ഒന്നൊരു സ്റ്റേജ് പെർഫോമൻസ് ആണെങ്കിൽ ഒന്നൊരു ക്യാമറ പെർഫോമൻസ് ആണ്. ഈ സ്റ്റേജ് പെർഫോമൻസിൽ നിന്നും ക്യാമറ പെർഫോമൻസിലെത്തുമ്പോൾ സുജിത്തിന് തോന്നുന്ന വ്യത്യസ്തതകൾ എന്തൊക്കെയാണ്? പെർഫോമൻസിൽ എനിക്ക് അത്ര വ്യത്യാസങ്ങൾ തോന്നുന്നില്ല. പ്രോസസ്സിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ടാകും. ഒരു തിയേറ്റർ പ്രൊഡക്ഷൻ ഡെവലപ്പ് ചെയ്തെടുക്കുന്നതും അത് ഡെയിലി റിഹേഴ്സൽസ്, എന്നിട്ട് ഒരു ദിവസം ഒരു കാര്യം ചെയ്ത് നോക്കിയാൽ ദെൻ നെക്സ്റ്റ് യു ആർ ട്രൈങ് സംതിങ് എൽസ്, അത് അങ്ങനെ. എന്നിട്ട് പിന്നെ ഗ്രൂപ്പും അവരുടെ ടൈമിങ് അതെല്ലാം ഒരു ടീമായിട്ട് ചെയ്യുന്നതിൻ്റെ അതൊരു പ്രോസസ്സ് വേറെയാണ്. ഫിലിമിൽ അങ്ങനെയല്ല, അത് ആദ്യമേ തന്നെ വേറെ കുറേ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്, ഇങ്ങനെ അത് ചെയ്ത് പോകണം എന്നുള്ളത്. അപ്പോൾ അതനുസരിച്ച് ആ സോണിലേക്ക് നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ തിയേറ്ററിൻ്റെ പ്രോസസ്സിലുള്ള തിയേറ്ററും ഫിലിമും പ്രോസസ്സിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ബട്ട് ഐ തിങ്ക് in terms of acting it's still the same. We have lines, we have emotions, we have to same things, അതൊക്കെ തന്നെയാണുള്ളത്. ഈ കേരളത്തിലെ നാടക പ്രസ്ഥാനങ്ങളെ പറ്റി സുജിത്ത് കേരളത്തിന് പുറത്തും കേരളത്തിനകത്തും നാടക പ്രസ്ഥാനങ്ങളുമായി വളരെ കൃത്യമായിട്ടും കാര്യമായിട്ടും വളരെ കാര്യക്ഷമമായിട്ടും പ്രവർത്തിക്കുന്ന ഒരാളാണ്. കേരളത്തിനും പുറത്തുമുള്ള നാടകങ്ങളെ സംബന്ധിച്ച് എന്താണ് വിലയിരുത്തൽ? അങ്ങനെ ഇപ്പോൾ കേരളത്തിൻ്റെ നാടകവേദി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നുമില്ല. അതായത് പല ഗ്രൂപ്പുകളും പല കൺസേൺസ് ഉണ്ട്, അവർക്ക് പല കൾച്ചേഴ്സിനും പല കൺസേൺസ് ഉണ്ടാവും. പല ഗ്രൂപ്പുകളുടെ സ്പിരിറ്റ് വേറെയാണ്, അവർ എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിക്കുന്ന തീമുകളും ഫോമുകളും എല്ലാം വേറെയാവാം. അപ്പം അങ്ങനെ ഒരു കേരളത്തിൻ്റെ നാടകം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഇതായിട്ട് തോന്നുന്നില്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് തിങ്. പലയിടത്തും പല കാര്യങ്ങളും നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഓരോ നാട്ടിലെയും അവരവരുടെ കാലങ്ങളായിട്ടുള്ള ചില റെപ്രസെൻറ്റേഷൻസിന് ചില നോംസ് ഉണ്ട്, അത് വെച്ചിട്ടായിരിക്കും പലപ്പോഴും ചെയ്യുന്നത്. പക്ഷേ തീംസും കൺസെപ്റ്റ്സും അതെല്ലാം ആ ഗ്രൂപ്പിൻ്റെ അല്ലെങ്കിൽ ഡയറക്ടറിൻ്റെയോ പ്ലേ റൈറ്റിൻ്റെ അവരുടെ കൺസേൺസ് വെച്ചിട്ടുള്ളതാണ്. ഫോംസ് മേ ചേഞ്ച് ബട്ട് സ്റ്റിൽ
ആ ഒരു പാഷൻ തിയേറ്റർ ആസ് എ ഇൻ്റർവെൻഷൻ ഒക്കെ ചെയ്യുന്ന സോഷ്യലി ഇൻ്റർവ്യൂൻ ചെയ്യുന്ന അതെല്ലാം എല്ലായിടത്തും നടക്കുന്നുണ്ട്. ആൻഡ് ദർ ഇസ് ലോട്ട് ഓഫ് എക്സ്പെരിമെൻറ്റേഷൻ ഇൻ ഫോംസ് ഓൾസോ ഹാപ്പനിങ് ത്രൂ ഔട്ട് ഇന്ത്യ. അങ്ങനെ അപ്പോൾ പലയിടത്തും പിന്നെ പ്രത്യേകിച്ച് ഫെസ്റ്റിവൽസ് എല്ലാം വരുമ്പോൾ നമുക്ക് എല്ലാ നാടകക്കാർക്കും പല പല വർക്കുകൾ കാണാൻ പറ്റുന്നുണ്ട്, പല കൾച്ചേഴ്സ് എന്നുള്ള പല ഫ്രം ഡിഫറെൻറ്റ് ടൈം സോൺസ് ആൻഡ് എക്സെട്ര. അപ്പോൾ അതും ദാറ്റ് കൈൻഡ് ഓഫ് ഹെൽപ്സ്. ആൻഡ് ആ ഇൻറ്ററാക്ഷനും പിന്നെ ഒരു സ്ഥലത്തുള്ള ആൾക്കാർ മാത്രമായിട്ട് അങ്ങനെയല്ലോ ചെയ്യും, നമ്മൾ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഒരുമിച്ചുണ്ടാവും. എസ്പെഷ്യലി മെട്രോ സിറ്റീസിലേക്ക് വരുമ്പോഴേക്കും തന്നെ ഒരുപാട് നാട്ടിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ടാവും. പീപ്പിൾ ഹു ടോക്ക് ഡിഫറെൻറ്റ് ലാംഗ്വേജസ്, പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ സോ അത് കൊണ്ടുവരുന്നത് പുതിയ ഇഷ്യൂസാണ്, പുതിയ കൺസേൺസ് ഉണ്ട്, അതിനെയൊക്കെ അഡ്രസ്സ് ചെയ്യാൻ ശ്രമിക്കുന്നതും അതുകൊണ്ടുണ്ടാകുന്ന പുതിയ ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നതും, അത് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഫെസ്റ്റിവൽസിൽ വരുമ്പോൾ അത് ഒരു ചെറിയൊരു എക്സ്പ്ലോഷൻ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ദെൻ ആ കാര്യങ്ങൾ പിന്നെ നമ്മൾ വീണ്ടും വി ടേക്ക് ഇറ്റ് ബാക്ക് ആൻഡ് ട്രൈ ടു വർക്ക് വിത്ത് ദാറ്റ്. അങ്ങനെയല്ല. എന്തായാലും സ്റ്റീവ് ലോപ്പസ് വളരെ വലിയൊരു വിജയമായിരുന്നു സിനിമയും. അതിൽ ഓരോ കഥാപാത്രങ്ങളും മലയാളികൾക്ക് അത്ര എളുപ്പമൊന്നും മനസ്സിൽ നിന്ന് പോകുമെന്ന് തോന്നുന്നില്ല. പ്രത്യേകിച്ച് സുജിത് ശങ്കർ ചെയ്ത ഹരി എന്നൊരു കഥാപാത്രം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസം ഞങ്ങളോടൊപ്പം കുറച്ചു നേരം അതിഥിയായി ചേർന്നതിന്. ഇനി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാണ്ട് തിയേറ്ററിലായാലും സിനിമയിലായാലും അതിനുള്ള എല്ലാ ആശംസകളും നേരുന്നു. താങ്ക് യു.